നമസ്കാരം. കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ എങ്ങനെയാണ് സ്കിൻ ടോൺ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഒരാള് ഇന്നലെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് സിമ്പിളാക്കി പറഞ്ഞുതരാം. ആദ്യം അതിന്റെ ബേസ് ലെയർ ആയിട്ട് ഞാൻ റോസ് പെൻസിലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിന്റെ ബേസ് ലെയർ ലൈറ്റ് ടോണിൽ ഞാൻ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. വേണ്ട ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് ഞാൻ ലൈറ്റ് പ്രഷറിൽ പെൻസിലിന്റെ മുകൾ ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെൻസിലിനെ ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഓറഞ്ച് പെൻസിലാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് ലെയർ റോസ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു. ഇനി സെക്കൻഡ് ലെയർ ഓറഞ്ച് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സ്കിൻ ടോണിന്റെ ഒരു ഏകദേശ ഐഡിയ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു വർണ്ണം നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ രണ്ട് വർണ്ണങ്ങൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത്. ഇനി തേർഡ് ലെയർ ആയിട്ട് ഞാൻ കാപ്പി വർണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു നിറം നമുക്ക് ഡാർക്ക് ടോൺ വേണ്ട ഏരിയയിൽ ആദ്യം കവർ ചെയ്ത് കൊടുക്കാം. ലൈറ്റ് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്യുക. പെൻസിലിന്റെ മേലെ ഭാഗത്തായിട്ട് പിടിക്കുക. ഒരിക്കലും പെൻസിലിന്റെ താഴ്ത്തി പിടിക്കരുത്. അപ്പോൾ നല്ല പ്രഷർ കൂടിയിട്ടായിരിക്കും ഷെയ്ഡിങ് പോകുന്നത്. അപ്പോൾ അത്ര റിസൾട്ട് കിട്ടില്ല. ലൈറ്റ് പ്രഷറിൽ തന്നെ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ നോക്കുക. ഞാൻ അതിന്റെ സ്കിൻ ടോണിന്റെ ഓൾമോസ്റ്റ് ഭാഗങ്ങൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ബ്രൈറ്റ്നെസ് വേണ്ട ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചിടാം. അതുമല്ല എങ്കിൽ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഏരിയ കവർ ചെയ്തെടുത്തു കഴിഞ്ഞാലും നല്ല റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ ഒരു ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ചെയ്ത 3 വർണ്ണങ്ങൾ തമ്മിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സ്കിൻ ടോൺ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രൈറ്റ്നെസ് വേണ്ട ഭാഗത്ത് ഒരു വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഏരിയ കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ടോൺ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് എടുക്കാനായിട്ട് കഴിയും. ഇത് വളരെ സിമ്പിളാണ്. സോ ഡ്രോയിങ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.